അപ്പോൾ ഞങ്ങൾ എന്നൊരു ബാഗ് വാങ്ങാൻ പോകണം കേട്ടോ. അപ്പോൾ എനിക്ക് 2 മാസത്തേക്ക് ഒരു ബാഗോ സ്കൂൾ വന്നിട്ട് കുറച്ചല്ലായിട്ടുള്ളൂ അല്ലേ. ആദ്യത്തെ ബാഗ് തന്നെയാണ് എൻ്റെ മോൻ്റെ കയ്യിരിപ്പ് കൊണ്ടും കുറച്ച് പുസ്തകത്തിൻ്റെ വെയിറ്റ് കൊണ്ടാണ് തോന്നുന്നത് വേഗം സ്റ്റിച്ച് കിട്ടുന്നു കേട്ടോ ബാഗിന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞത് അവിടെ തന്നെ കൊടുത്താൽ മതി, അവിടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഇല്ലേ, അപ്പോൾ അവിടെ തന്നെ കൊടുത്താൽ മതിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കൊണ്ട് കൊടുത്തിരുന്നു. അപ്പോൾ അവർ നന്നാക്കി വെച്ചിരിക്കുന്നു, നാളെ സ്കൂളിലല്ലേ അപ്പോൾ നന്നാക്കി പറഞ്ഞാൽ വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകും. അമ്മേനെ പോലെ തന്നെയാണ് എവിടേക്കും തെണ്ടാൻ ഇറങ്ങിയ മക്കൾ ഇതുപോലെ തുള്ളിച്ചാടി പോകുന്നത് കാണാം. പോണ വഴിയിൽ നിറച്ച് തെങ്ങായതുകൊണ്ട് എപ്പോഴാണ് തലക്ക് പണിയിട്ടെന്ന് പറഞ്ഞത് നോക്കിയിട്ടാണ് കേട്ടോ പോണത്. പിന്നെ കിരീടം വെക്കാത്തൊരു യാത്ര ഇല്ലല്ലോ. പിന്നെ ഈ സാധനം തലയിൽ വെച്ചിട്ടില്ലെങ്കിൽ ഏട്ടൻ വണ്ടിൻ്റെ പിറകെ കയറ്റില്ല. പിന്നെ അതുപോലെ വെറുതെ പോലീസുകാർക്ക് ചുമ്മാ പണി ഉണ്ടാക്കി കൊടുക്കേണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ വേഗം എടുത്തിട്ട് വെച്ചിട്ടോ. അപ്പോൾ എൻ്റെ കെട്ടിയവനാണെങ്കിൽ ആ കുന്നും മലകളൊക്കെ ചാടിച്ച് വണ്ടി കൊണ്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ബാഗ് വാങ്ങുന്ന സ്ഥലത്ത് എത്തിട്ടോ. അപ്പോൾ കിച്ചോണ്ട് പോയി വാങ്ങുന്നത്. മിത്തോണ്ടാണ് മടി കിടന്ന് നല്ല ഉറങ്ങിയിരുന്നത്. അതുകൊണ്ട് എനിക്ക് വണ്ടി വന്ന് ഇറങ്ങാൻ കഴിഞ്ഞില്ല. അവനാണ് വാങ്ങിയത്. അപ്പം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഏട്ടൻ ചോദിക്കുന്നത് സ്റ്റിച്ച് ചെയ്ത ഭാഗമൊക്കെ നോക്കിയോന്ന്. എവിടെ അവൻ ബാഗും കിട്ടി അതേ സ്പീഡിൽ ഇറങ്ങി പോകുന്നത്. പിന്നെയാണ് നോക്കുന്നത്. ശരിയാക്കണം അച്ഛാന്ന് പറഞ്ഞത്. അപ്പോൾ ഇയാളാണെങ്കിൽ നല്ല ഉറക്കാണ് കേട്ടോ. എന്തേന്നാവും വണ്ടി മേലെ ഉറങ്ങിയോണ്ട് പിന്നെ വലിയ കച്ചറയൊന്നും ഇല്ല. ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വേറെ സാധനങ്ങൾ വാങ്ങാനും ആ സ്ഥലങ്ങളൊന്നും അവന് മതിയാവില്ലേനി. അതുകൊണ്ട് ഡീസൻ്റായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. കിച്ചണൊക്കെ എന്തൊക്കെയോ പോസ് ചെയ്യുന്നുണ്ട് വീഡിയോയ്ക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം ഇറങ്ങി വീട്ടിലേക്ക് തിരിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന വഴി എല്ലാം തിരിച്ചു പോകുന്നത്. അതായത് ചെട്ടിപ്പടി പരപ്പനാടി റോട്ടിൽ പണി നടക്കണതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് ബീച്ച് വഴി വിടാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത് പരപ്പനങ്ങാടി ഹാർബറാണ് കേട്ടോ. ഹാർബർ തന്നെയാണ് ഹാർബർ തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വഴി ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അരിയല്ലൂർ ചെട്ടിപ്പടി അങ്ങനെ ബീച്ച് കൂടെ പോയെങ്കിലും പരപ്പനങ്ങാടി മുതൽ ബീച്ച് വഴി ഇങ്ങനെ പോയിട്ടില്ല ഞാൻ. അതുകൊണ്ട് ഇവിടെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു മഴ പെയ്യോ എന്നുള്ളത്. കാരണം അത്രയ്ക്ക് മഴക്കാറുണ്ടായിരുന്നു. ഇയാളാണെങ്കിൽ നല്ല ഉറക്കായിരുന്നു. രതീഷ് എണീക്കെന്ന് പറഞ്ഞ് കുറേ തട്ടി വിളിച്ചു തുണിയൊക്കെ കണ്ടപ്പം അതുപോലെ തന്നെ രതീഷ് തൂളി കിടന്നു. അത് കഴിഞ്ഞ് മഴ ഏകദേശം ചെറിയൊരു തുള്ളിയൊക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ ചെറിയൊരു ഭയം ഇല്ലാതില്ല. കാരണം ഒന്നാമത് കോട്ടെടുത്തിട്ടില്ല. മിത്തുണ്ടാണെങ്കിൽ നല്ല ഉറക്കം. ഞങ്ങൾ 4 പേരും കോട്ടെടുത്തിട്ടില്ല. അതുകൊണ്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ഇവിടെ നിർത്താതെ വേഗം പോകുന്നു. ഒന്നാമത് വീട്ടിൽ അമ്മ എത്തിയിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ വിളി തുടങ്ങി എവിടെ എത്തി നിങ്ങൾ വീട്ടിലെത്താനായോ എന്ന് വെച്ച് ഇങ്ങനെ വിളി തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ എവിടെ വണ്ടി നിർത്താൻ നിന്നില്ല കേട്ടോ. നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ച്. കാരണം ഞങ്ങൾ അവിടെ എത്തിയിട്ട് വേണം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ. അത് ഞങ്ങൾ വേഗം വീട് പിടിക്കാൻ നോക്കിയിട്ട് വരുന്ന വഴിക്ക് മീനൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അമ്മ അവിടെ അച്ഛനോട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കണം കേട്ടോ. കിച്ചു ആണെങ്കിൽ അമ്മേനെ കണ്ട പാടെ തന്നെ കയറിപ്പോയി. ഏട്ടാ മീനൊക്കെ പിടിച്ച് കയറി പോകുന്നു. അമ്മമ്മേനെ കണ്ട പാടം അവൻ്റെ ഉറക്കൊക്കെ എങ്ങോട്ടോ പോയിട്ടോ. അമ്മേൻ്റെ അടുത്തേക്ക് ചാടിക്കുന്നത്. പിന്നെ അമ്മമ്മയും മോനെ ഭയങ്കര സ്നേഹപ്രകടനം കേട്ടോ. നമ്മളൊന്നും വേണ്ട. ഉള്ളിൽ കയറിയപ്പോൾ അയാൾ നല്ല തീറ്റിയിലാണ് കേട്ടോ. നോക്കിയപ്പോൾ അമ്മ എന്താ കൊണ്ടുവന്ന് പറഞ്ഞാൽ ഞാൻ ചാടി ഉള്ളിൽ കയറിയതാണ് ഞാൻ. അപ്പോൾ ഇയാൾ അവർക്ക് പൊളിച്ചും കാഞ്ഞ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ വേഗം പോയി നോക്കി എന്താ അമ്മ കൊണ്ടുവന്ന്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊക്കെ അമ്മ വാങ്ങിയത് റംബൂട്ടാണ്ടായിരുന്നു. പിന്നെ സമൂസ, ഉള്ളിവട, പിന്നെ എന്തോ ഒരു അരിയുണ്ട മാറ്റൊരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ നമ്മളെത്ര വലുതായാലും ഈ ഒരു കാര്യത്തിലൊരു മാറ്റം ഉണ്ടാവില്ലല്ലോ. അമ്മയും അച്ഛനും വരുമ്പോൾ എന്താ അവർ കൊണ്ടുവന്നത് അവരെ കയ്യിലേക്ക് നോക്കി എന്തൊക്കെ കൊണ്ടുവന്ന് നോക്കല്. അത് എത്ര വലുതായാലും ആ ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. ഞാനിങ്ങനെയാണ് കേട്ടോ. എന്നെ പോലെ കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവും തോന്നണേ. വീട്ടിൽ പിന്നെ അമ്മയായാലും അച്ഛനായാലും അനിയനൊക്കെ ആണെങ്കിൽ വരുമ്പോൾ ചോദിക്കട്ടെ എന്താ വേണ്ടത്, നമ്മുടെ ഇഷ്ടത്തിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒരു വാങ്ങൽ കേട്ടോ. അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ വാങ്ങലില്ല. മക്കൾക്ക് എന്താ ഇഷ്ടം എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഒരു വിളിച്ച് ചോദിച്ചിട്ടാണ് കൊണ്ടുവരല്. ഇപ്രാവശ്യമാണെങ്കിൽ അമ്മ വിളിച്ചിട്ടില്ല എന്താ വേണ്ടതെന്ന് വെച്ചിട്ട്. അതുകൊണ്ട് പിന്നെ അമ്മ വന്നപ്പോൾ ഒരു ആകാംക്ഷ കുറച്ച് കൂടുതൽ എന്താ കൊണ്ടുവന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇതാ വേഗം പാക്കറ്റൊക്കെ പൊട്ടിച്ച് ഞാൻ ഓരോന്നെടുത്ത് ടേസ്റ്റ് നോക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതാണ് ആദ്യം തന്നെ ഇതൊന്ന് കഴിച്ച് നോക്കിയത്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കുന്നുണ്ടോ ഏട്ടൻ വേഗം നന്നായി ഒന്നെടുത്ത് കഴിച്ചു കേട്ടോ. അപ്പം പിന്നെ ഞാൻ ചായ വയ്ക്കാൻ വേണ്ടി നിന്നിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞ് ചായക്ക് വെച്ചിട്ട് നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ അമ്മ ചായക്ക് വെച്ചിരുന്നുണ്ട്. കാരണം അമ്മനെ വിളിച്ചപ്പോൾ ഞാൻ ചായ ഇവിടെ വെച്ചെന്നൊക്കെ പറഞ്ഞെടുത്തോണ്ട് അമ്മ ഉള്ളിൽ കയറി ചായയൊക്കെ വെച്ച് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കാത്ത് നിൽക്കുന്നു കേട്ടോ. അപ്പം എന്തായാലും ഞാൻ ചായയൊക്കെ കുടിക്കട്ടെ. അപ്പം എന്നിട്ടുള്ള വീഡിയോ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.